പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ എന്ന അധ്യായത്തിലെ ഒരു പ്രോബ്ലമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഔട്ട് ഓഫ് ടു നമ്പേഴ്സ് ലാർജർ ഈസ് 5 times ദി സ്മോളർ. ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ഈസ് 32. ഫൈൻഡ് ദി നമ്പേഴ്സ് എന്നാണ്. ഇവിടെ രണ്ട് സംഖ്യകളുണ്ട്. ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഒരു റിലേഷൻ ഇവിടെ തന്നിരിക്കുകയാണ്. എന്താണ്? ലാർജർ എന്ന് പറയുന്ന വലിയ സംഖ്യ, രണ്ടെണ്ണത്തിന് ഒന്ന് വലുതും ഒന്ന് ചെറുതാണ്. വലിയ സംഖ്യ ചെറുതിന്റെ 5 മടങ്ങാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ്, ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 32 ആണ്, 32 ആണ്. അപ്പൊ അവിടെ നിന്ന് മനക്കണക്കായിട്ടൊന്ന് ചിന്തിക്കാവുന്ന നോക്കിയേ. എങ്ങനെയാണ്? രണ്ട് സംഖ്യകളുണ്ട്. ആ രണ്ട് സംഖ്യകളില് ചെറുതിന്റെ 5 മടങ്ങാണ് വലുത്. അപ്പൊ 5 മടങ്ങാണ് വലുതെന്ന് പറഞ്ഞാൽ ചെറുതിനേക്കാൾ 4 മടങ്ങ് കൂടുതൽ എന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് ചെറുതിന്റെ 4 മടങ്ങ്. കാരണം ചെറുതിനോട് ചെറുതിന്റെ 4 മടങ്ങും കൂടി കൂട്ടുമ്പോഴാണ് ചെറുതിന്റെ 5 മടങ്ങാവുക, അല്ലെ? ഒരു നമ്പറിനോട് അതിന്റെ 4 ടൈംസും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 ടൈംസ് ആവും. അപ്പോ ചെറുതിന്റെ 5 ടൈംസ് ആണ് വലുതെന്ന് പറഞ്ഞാൽ ലാർജർ ഈസ് 5 times ദി സ്മോളർ എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ഡിഫറൻസ് 4 ടൈംസ് ആയിരിക്കും. അതായത് ലാർജർ ഈസ് 5 times ദി സ്മോളർ, ഡിഫറൻസ് ഈസ് 4 ടൈംസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 4 ടൈംസ് ആയിരിക്കും. ആ ഡിഫറൻസ് തന്നിട്ടുണ്ട് എത്രയാ? 32 എന്ന് തന്നിട്ടുണ്ട്. ഡിഫറൻസ് ഈസ് 32. അപ്പോ 4 ടൈംസ് ദി സ്മോളർ എന്ന് പറഞ്ഞാൽ 32. ആ ഐഡിയ ക്ലിയർ ആയോ? ചെറുതിന്റെ 5 മടങ്ങാണ് വലുത്. അത് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ചെറുതിനോട് 4 മടങ്ങ് കൂടി കൂട്ടുമ്പോഴേ 5 മടങ്ങാവുന്നത്. അപ്പൊ ഡിഫറൻസ് 4 മടങ്ങാണ്. അപ്പൊ ചെറുതിന്റെ 4 മടങ്ങാണ് ഡിഫറൻസ്. അപ്പൊ 4 മടങ്ങ് എന്ന് പറയുന്നത് 32. അപ്പൊ ചെറുത് എത്രയായിരിക്കും? 32/4, അതായത് 8 ആയിരിക്കും. അപ്പൊ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും. ഇനി വലിയ സംഖ്യ നമുക്കറിയാം 5 times ദി സ്മോളർ എന്ന് പറഞ്ഞേക്കണേ. 5 × 8 40. അപ്പോൾ വലിയ സംഖ്യ 40. അപ്പോൾ നമ്പേഴ്സ് കൊണ്ട് 8ഉം 40ഉമാണ്. അപ്പൊ ഇത് മനക്കണക്കായിട്ട് ചിന്തിക്കുന്ന രീതിയാണ്. അതായത് ചെറുതിന്റെ 5 മടങ്ങാണ് വലുതെന്ന് പറഞ്ഞാൽ ചെറുതിന്റെ കൂടി ചെറുതിന്റെ 4 മടങ്ങും കൂടി കൂട്ടുമ്പോഴാണ് 5 മടങ്ങ്. അപ്പൊ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് ആയിരിക്കും. അപ്പോൾ 4 times the number is 32 given. So number is smaller number is 32/4, that is 8. Smaller number 8 ആകുമ്പോൾ larger number 5 times 8, that is 40. ക്ലിയർ ആയോ? ഇത് തന്നെ നമുക്ക് വേരിയബിൾ എടുത്ത് ചെയ്യാം. മെത്തേഡ് 2, രണ്ടാമത്തെ മെത്തേഡ്. അപ്പൊ വേരിയബിൾ എടുത്ത് ചെയ്യുമ്പോഴെന്താ? രണ്ട് നമ്പേഴ്സ് ആണുള്ളത്, ചെറുതും വലുതും. അപ്പൊ ചെറുത് നമുക്ക് എന്ത് ചെയ്യാം? സ്മോളർ നമ്പർ ഈസ്, ലെറ്റ് ദി സ്മോളർ നമ്പർ ഈസ് എക്സ്. ചെറിയ നമ്പർ എക്സ് എടുത്തു. അപ്പോൾ വലിയ നമ്പർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഗിവൺ ലാർജർ ഈസ് 5 times ദി സ്മോളർ. സോ ദി ലാർജർ നമ്പർ ഈസ് 5x. അപ്പോൾ the numbers are x and 5x. The smaller number x, larger number 5x. Now apply the second condition. What is the second condition? Difference is 32. Difference എന്ന് പറഞ്ഞാൽ എന്താ? Larger minus smaller. അപ്പോൾ 5x ന്ന് x കുറയ്ക്കുക. അപ്പോൾ 5x minus x ആണ് ഡിഫറൻസ്. And that difference is given 32. Difference is 32 given. അപ്പോൾ 5x minus x എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ 5x minus x is equal to 32. 5x minus x എന്ന് പറഞ്ഞത് 4x. 4x equal to 32. So x equal to 32/4, 8. അത് ഇവിടെ നമ്മൾ മനക്കണക്കായിട്ട് ചിന്തിച്ചത് വേരിയബിൾ ഉപയോഗിച്ച് എഴുതിയതാണ്. ഒരു സിംഗിൾ വേരിയബിൾ ഉപയോഗിച്ച് x is equal to 8 എന്ന് കിട്ടി. x 8 ആകുമ്പോൾ ലാർജർ നമ്പർ 5x ആണ്. സോ ലാർജർ നമ്പർ ഈസ് 5 × 8, that is 40. So numbers are 8 and 40. ക്ലിയർ ആയി പറഞ്ഞത്? ഇത് തന്നെ രണ്ട് വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെത്തേഡ് 3. അപ്പൊ ഇവിടെ രണ്ട് നമ്പേഴ്സ് ആണ്, 1 ലാർജർ നമ്പറും 1 സ്മോളർ നമ്പർ. അപ്പൊ സ്മോളർ നമ്പർ എക്സ് എടുത്തു, അല്ലെങ്കിൽ ലാർജർ നമ്പർ എക്സ് എടുത്തു. ലാർജർ നമ്പർ ഈസ് എക്സ്. അപ്പൊ സ്മോളർ നമ്പർ വൈ എന്ന് വരും. 1 നമ്പർ എക്സ്, അടുത്ത നമ്പർ വൈ. അപ്പൊ ഞാൻ ലാർജർ എക്സ് എടുത്തു, സ്മോളർ വൈ എടുത്തു. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ലാർജർ ഈസ് 5 times സ്മോളർ.
ഏതാ ലാർജർ? എക്സ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 5y. കാരണം x is equal to 5y. x എന്ന് പറഞ്ഞാണ് ലാർജർ. ലാർജർ നമ്പർ ഈസ് ഈക്വൽ ടു 5 ടൈംസ് ദി സ്മോളർ. അപ്പോൾ x ഈക്വൽ ടു 5. ക്ലിയർ ആണോ? സെക്കൻഡ് കണ്ടീഷൻ എന്താ? ഡിഫറൻസ് ഈസ് 32 given. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാർജർ മൈനസ് സ്മോളർ. ലാർജർ ഏതാ? ലാർജർ എക്സ്. അപ്പൊ എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 30. അപ്പൊ രണ്ട് കണ്ടീഷൻസ് കിട്ടും. ഒന്ന് എക്സ് ഈക്വൽ ടു 5y, സെക്കൻഡ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 32. ഇനി എക്സ് 5y ആണെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് 5y എന്ന് റീപ്ലേസ് ചെയ്യാലോ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 32 എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ 5y. അപ്പൊ എന്ത് കിട്ടും? 5y മൈനസ് വൈ ഈക്വൽ ടു 32. ഇത് ഈ എക്സിന്റെ വാല്യൂ ആയി 5y റീപ്ലേസ് ചെയ്തു. അപ്പൊ 5y മൈനസ് വൈ എന്താ? 5y മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 5y മൈനസ് 1y എന്നാണ്. അത് 4y. അപ്പൊ 4y ഈസ് ഈക്വൽ ടു 32. 4y 32 എന്ന് കിട്ടി. അപ്പോൾ y എന്ത് കിട്ടും? 32 by 4 that is 8. അപ്പോൾ y is equal to 8 എന്ന് കിട്ടി. y എന്ന് പറഞ്ഞാൽ സ്മോളർ നമ്പർ 8 and larger number x is equal to 5y it is given. അപ്പോൾ x എന്ന് പറയുന്നത് 5 into 8 14. So the two numbers are 8 and 14. അപ്പോൾ ഇവിടെ നമ്മൾ ആ മൂന്ന് രീതിയിൽ ആ പ്രോബ്ലം ചെയ്തു. ഒന്ന് മനക്കണക്കാട്ട് ചെയ്തു, രണ്ട് ഒരു വേരിയബിൾ എടുത്ത് ചെയ്തു, മൂന്നാമത് രണ്ട് വേരിയബിൾ എടുത്ത് ചെയ്തു. മൂന്ന് രീതി ഇവിടെ എളുപ്പമായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.